നിങ്ങൾക്കൊക്കെ സാമ്പത്തികമായി മെച്ചമുണ്ടാവാനുള്ള 6 റൂളുകൾ പറയാം. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ഇപ്പോൾ തുടങ്ങണം. ഒന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ് നൗ, ഇന്ന് തുടങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, 100 രൂപ മുതൽ എത്രയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത് വൈകാരികമായ കണക്ഷൻ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മളെ പരിചയമുള്ള കൂടത്തിൽ പഠിച്ച അധ്യാപകർ മറ്റാരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വൈകാരികമായി ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പെട്ടെന്ന് പണക്കാരനാവാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. മിക്കവാറും മലയാളികൾ പെട്ടുപോകുന്നതാണ്. ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വരും. ഇപ്പോൾ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം 20 ലക്ഷം കിട്ടും. ഈ കൊല്ലം 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം 50 ലക്ഷം. ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരുപാട് സ്കാമുകൾ നടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഓവർനൈറ്റ് ഒരു രാത്രി കൊണ്ട് എനിക്ക് കോടീശ്വരനാവും എന്ന് വിശ്വസിക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. എങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി കൂടാതെ പാസീവായിട്ട് എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കാൻ, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും വരുമാനം വരുന്ന രീതിയിൽ എന്തെങ്കിലും വാടകയോ നമ്മളെ ജീവിത രീതി അനുസരിച്ച് മറ്റെന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുക. ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നിങ്ങളുടേതായിരിക്കുന്ന ഒരു റിസർച്ച് നടത്തുക. മുൻകാല അനുഭവം എന്താണ്, ഭാവിയിൽ എന്ത് സംഭവിക്കും, ഈ പറയുന്നത് ശരിയാണോ എന്നുള്ള റിസർച്ച് നടത്തുക. പലപ്പോഴും പറയുമ്പോൾ ചെറിയ പോയിന്റ് ആണെങ്കിലും ഇതിലൊക്കെയാണ് അബദ്ധം സംഭവിക്കുന്നത്. ആറാമത്തത് എല്ലാ കടങ്ങളും വീട്ടിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാര്യം പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6%, 8%, 10%, 12% പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ ഇപ്പറേ കടം വീടാൻ വേണ്ടിയിട്ടുള്ള ലോണിന്റെ EMI ഒരു പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 12, 14, 15% ആയിരിക്കാം. അപ്പോൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല, അത് കൊടുത്തു തീർന്നു പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം കടങ്ങൾ ഒഴിവാക്കുക, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.